ഹാ എടാ വേണ്ട മോനെ കുഞ്ഞേ എടാ ഗന്ധർവ ആ പേരിനോട് ഒരു സാമ്യമില്ലാത്ത ഗന്ധർവ നിന്നോടൊരു കാര്യം ഞാൻ പറയട്ടെ. നീ ഇനിയിപ്പോൾ നിൻ്റെ ചാനൽ ആകെ 2 സീനിയർ സിറ്റിസൺസേ ഉള്ളൂ. അതുങ്ങളെ കൊണ്ട് എന്ത് കാണിച്ചാലും ഒരു തേങ്ങ നടക്കാൻ കേട്ടോ. പിന്നെ നീ പറഞ്ഞല്ലോ എനിക്കെതിരേക്ക് എന്തോ കേസുണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ട്. നീ ആ കേസിൻ്റെ ഒരു കേസിൻ്റെ തെളിവ് നീ എടുത്ത് നീ നിൻ്റെ ചാനലിലിടും. എന്നിട്ട് നീ കിടന്ന് കുണക്കി ഞാൻ സമ്മതിച്ചു തരാം. ഓക്കെ? അല്ലാതെ നീ കിടന്ന് ഉണ്ടാക്കരുത്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ഇടാൻ ലേറ്റായത് അവനെ കണക്ക് വീട്ടിൽ ഇരുന്ന് ചൊറയും കൊത്തിയിരിക്കുന്നവനല്ല ഞാൻ. എനിക്ക് അത്യാവശ്യം നല്ല ജോലിയുള്ളവനാണ്. എനിക്ക് സമയമില്ലാതെ പോയി. ഇപ്പോൾ ഫ്രീ ടൈം കിട്ടി. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് വർക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് ഫ്രീ ടൈം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ? അതാദ്യം മനസ്സിലാക്കുക, അത് പ്രത്യേകം പറഞ്ഞേക്കുക. പിന്നെ നീ എന്തോ കമൻറ്റ് ഇട്ടല്ലോ, എന്തോ പെണ്ണുങ്ങളുടെ ഫോട്ടോ വരച്ച്. എടാ വിവരം കെട്ടവനെ, ഇത്രയും കള്ളത്തരം പറഞ്ഞുണ്ടാക്കാവുന്ന ഒരു ഊത്തപ്പമാണെങ്കിൽ ഇത് ഞാനല്ലാന്ന് പറയാൻ സിമ്പിൾ, ഒരു നിമിഷം മതി. അതുകൊണ്ട് തെളിവിന് വേണ്ടി തന്നെയാണ് ആ ഒരു ഫോട്ടോ ഇട്ടത്. അത് ഇന്ന ആൾ തന്നെയാണെന്നറിയാൻ. എത്രയൊക്കെ കള്ളത്തരം അടുക്കി വെച്ച് പറഞ്ഞാലും സത്യത്തിന് മുമ്പ് ഒന്നും ആവില്ല. അത് മനസ്സിലാക്കുക. എല്ലാം തകടം മറിയും. നീ ഇനി എന്തോരം കാണിച്ചാലും ഒരു തേങ്ങയും ഉണ്ടാകാൻ പോണില്ല. അത് മനസ്സിലാക്കുക. പിന്നെ നീ ഫ്രോഡത്തരം കാണിച്ച് എന്താണെന്നുള്ളത് നിനക്കറിയണം. നീ കാണിക്കുന്നതെല്ലാം ഫ്രോഡത്തരാണല്ലോ. നീ സകല പെണ്ണുങ്ങളുടെ നമ്പർ മേടിച്ചിട്ട് അവരെ ലൈവ് പോയിട്ട് പറയും എന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കണേ. അത് അപ്പം നിനക്ക് അവിടെ കേസ് വരാതിരിക്കാനെ വിളിച്ചത് അവരാണ്. നീ എന്തൊക്കെ വന്നാലും അവരിങ്ങോട്ട് വിളിച്ച് നിന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറയാൻ നിനക്ക് പറ്റുമല്ലോ. അതെല്ലാം നിൻ്റെ ഐഡിയ. അതെല്ലാം നീ എൻ്റെ അടുത്തും കാണിച്ചത്. നടക്കൂല മോനെ. എൻ്റെ ലൈവ് യൂട്യൂബ് തുടങ്ങിയിട്ട് 12 കൊല്ലമായി. ഞാൻ 12 കൊല്ലമായിട്ട് എൻ്റെ ഫോണിൽ എൻ്റെ ഈ ലൈവിൽ എൻ്റെ ചാനലിൽ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ എടുത്ത് എന്നെ ഇങ്ങോട്ട് വിളിക്കും. അല്ലാതെ അങ്ങോട്ട് വിളിച്ചിട്ട് നീ ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട ഒരു പരിപാടി നടക്കില്ല. നിൻ്റെ ഇതല്ല എൻ്റെത് കേട്ടോ. കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നടക്കില്ല അവരോട് കാണിച്ച ബുദ്ധി. പിന്നെ നീ ആ ഊത്തപ്പത്തിന് കുറച്ച് ഐഡിയ പറഞ്ഞു കൊടുത്തല്ലോ. വാട്സാപ്പിൽ വരുന്ന കമൻറ്റ് അങ്ങോട്ട് അയക്കുന്നത് ഡിലീറ്റ് ചെയ്യണം, ഇങ്ങോട്ട് അയക്കുന്നത് ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ. എടാ വിവരം കെട്ടവനെ, എടുത്ത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഈ ഡിലീറ്റ് ചെയ്ത മെസ്സേജൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള സോഫ്റ്റ്വെയർസൊക്കെ ഇഷ്ടം പോലെ പ്ലേ സ്റ്റോറിൽ എല്ലാത്തിലും കിടപ്പുണ്ട്. നീ വിവരക്കേട് ഇപ്പോഴും ഈ 90കളിൽ കിടക്കുന്ന ഐഡിയ കൊണ്ട് ഇപ്പോഴും നടക്കല്ലേ. പിന്നെ ഞങ്ങൾ ലൈവുകളിൽ ചിലർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ ഒക്കെ കോപ്പി അടിച്ച് വന്ന് നിൻ്റെ ലൈവ് ഇട്ട് ഉണ്ടാക്കി കൊടുത്താൽ അതൊന്നും ഏക്കാൻ പോണില്ല. അതൊന്നും അല്ല. അതിപ്പോൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് നീ 2 മാസം കഴിച്ച് അവിടെ പറഞ്ഞു കൊടുത്താലും അത് അപ്ഡേഷൻ വരും, അതിൽ മാറ്റങ്ങളുണ്ടാവും. അത് ഞങ്ങളവിടെ പറയുന്നുണ്ട്. അതുപോലെ അറിയാൻ വയ്യാത്ത നീ എന്താടാ ഇല്ലേ ടെക്കിയാണെന്ന് ടെക്കിയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലിടാം. നീ വീഡിയോ ലൈവ് ചെയ്യുന്നുണ്ടല്ലോ ടെക്കിയായിട്ട് സംസാരിക്കാൻ. അതിന് അവരുടെ വാട്സപ്പ് നമ്പർ വേണം. വാട്സപ്പിലേ ടെക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ളത് അത് ഒരു വൃത്തികെട്ട പരിപാടിയല്ലേ കുഞ്ഞ്. അവരെ വാട്സപ്പ് അവരുടെ നമ്പർ കിട്ടിയാലേ ടെക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ളത് അത് വൃത്തികേട്. ഈ പെണ്ണുകുടിയന്മാരുടെ സ്വഭാവം അല്ലേ. ഞാൻ ഇതുവരെയ്ക്കും ഒരു സ്ത്രീയോടും ഞാൻ നമ്പർ ചോദിച്ചിട്ടില്ല, ഞാൻ നമ്പർ ആവശ്യപ്പെട്ടിട്ടുമില്ല. അതാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ. എന്നോട് ഇങ്ങോട്ട് നമ്പർ ചോദിച്ച് മേടിച്ചിട്ടുള്ളവരേ ഉള്ളൂ. അതിൽ സ്ത്രീകളില്ല, സ്ത്രീകൾ കുറവാണ്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ആണുങ്ങളെ കൂടുതലുള്ളത്. വേണമെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ഫുൾ ഇതെടുത്ത് ഞാൻ ഇട്ടുതരാം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ ലൈവിൽ തന്നെ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. നീ അത് എത്ര പെണ്ണുങ്ങളുണ്ടെന്ന് നീ കാണിക്കും. നിൻ്റെ അത് കണക്ക് ധൈര്യം ഉണ്ടോ കാണിക്കാൻ? നട്ടലുണ്ടോ? ബാക്കിൽ നട്ടലുണ്ടോ നിനക്ക് അങ്ങനെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാൻ? നീ ഒരിക്കൽ ആളെ നോക്കി കണ്ടതൊക്കെ തോന്നിക്കണം കേട്ടോ കുഞ്ഞെ. പിന്നെ വേറെന്തുമായിരുന്നു? നീ അവളും ചേർന്നുള്ള ഐഡിയ ആയിരുന്നു ഞങ്ങളുടെ കൂടെ മുത്തപ്പൻകാവിൽ വരിക എന്നുള്ളത്. നിൻ്റെ ലൈവിൽ നീ പറഞ്ഞതോടെ എനിക്ക് മനസ്സിലായി. അവൾ വിളിച്ച് പറഞ്ഞു ഞാൻ ശരിയല്ലെന്ന്, ഞാൻ ശരിയാവത്തില്ലെന്ന്. അവളുമായിട്ട് ഞാൻ ശരിയാവാൻ എന്തുവാണ്? ഞാൻ അവളെ കെട്ടാൻ പോകണം. ഞാൻ സഹോദരി എന്ന നിലയ്ക്കാണ് കൂടെ കൊണ്ടുപോയത്, അല്ലാതെ നിന്നെപ്പോലെ വാട്സപ്പ് നമ്പർ മേടിച്ച് വേറെ പരിപാടിക്കല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. എന്നോട് ഇങ്ങോട്ടാണ് ചോദിച്ചത്, അതിനുള്ള തെളിവും കിടപ്പുണ്ട് അതിനകത്ത്, ഞാൻ ഇട്ടതിനകത്ത്. ഇങ്ങോട്ട് ചോദിച്ചാൽ എനിക്ക് വരണം,
എനിക്ക് മുത്തപ്പൻ കാവ്യ വരണം, ഞാൻ വരുന്നുണ്ട് എന്നോട് വെച്ച് ഇവളെ അമ്മ ഉൾപ്പെടെ നിന്ന് കോൺഫറൻസ് കോളിട്ട് വിളിച്ച് സംസാരിച്ചിട്ടാണ് അന്ന് എൻ്റെ കൂടെ മുത്തപ്പൻ കാവ്യ വന്നത് കേട്ടാ. പിന്നെ ഈ ഊത്തപ്പം പറഞ്ഞു കേട്ടോ ഹരിച്ചേട്ടൻ അങ്ങനെ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു. ഹരിഹരൻ എന്ന വ്യക്തിയെ അവൾക്ക് വ്യക്തമായി അറിയാം. കാരണം ഞങ്ങൾ തമ്മിൽ കോൺഫറൻസ് കോളിനിടയ്ക്ക് ഇവൾ കയറി വന്ന് ഇവളെ ആഡ് ചെയ്തപ്പോൾ ഞങ്ങളോട് പോലും ചോദിക്കാതെ അദ്ദേഹത്തിൻ്റെ നമ്പർ മോഷ്ടിച്ചു കൊണ്ടുപോയി വിളിച്ചവളാണ്. പുള്ളിക്കാരൻ പുറത്താണെന്ന് അറിഞ്ഞതുകൊണ്ട് മോഷ്ടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിനെ വിളിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇവൾ. അതിനുള്ള തെളിവ് വേണമെങ്കിൽ ഞാൻ ഇടണോ? ഞാൻ ഇടും. കാരണം എന്നിട്ട് ഈ ഊത്തപ്പം എന്നോട് ഒരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞ വേടാണ് അത്. ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലേ ഇതിൽ. കാരണം അമ്മാര് വൃത്തിയായിട്ടൊരു ഡയലോഗ് എന്നോട് അടിച്ചു. അദ്ദേഹം അത് കേട്ടതോടെ അദ്ദേഹം കളഞ്ഞിട്ട് ജീവനം കൊണ്ട് ഓടി. കാരണം അദ്ദേഹത്തിനൊരു കുടുംബവും മക്കളും ഒക്കെ ഉള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ കോൾ റെക്കോർഡ് എൻ്റെ കിടപ്പുണ്ട്. ഇതൊക്കെ ഞാൻ സേവ് വെച്ചിരിക്കുന്ന ഈ സാധനം എന്താണെന്നുള്ളത്, അതായത് ഊത്തപ്പം എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായി പഠിച്ചിട്ട് തന്നെയാണ് നിന്നത്. ഇവക്ക് ഇതിന് മുമ്പ് ഒരു ചാനലുണ്ടെന്നുള്ള കാര്യം വല്ല നിനക്കറിയാവോടാ? എടാ ഗന്ധർവ, അതിൽ സംഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാവോടാ? എടാ അതുവരെ ലിസ്റ്റായിട്ട് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അവളോട് ഇങ്ങനെ രീതിയിൽ കളിച്ചത്. അവളല്ല എന്നോട് കളിച്ചത്, ഞാനാണ് അങ്ങോട്ട് കളിച്ചത്. മനസ്സിലായ? ഞാൻ ആൾ വേറെയാ, നീ വിചാരിക്കുന്നതിനൊക്കെയുള്ള ആളല്ല. അതിന് കോടതി ഇപ്പോഴും കേസ് കിടപ്പുണ്ട്. കേസ് പാർട്ടിക്കാരെ കൊണ്ട് സോൾവ് ചെയ്ത് വെച്ചത്. അത് വേണമെങ്കിൽ തിരിച്ച് അതേ ഫാമിലിയെ കൊണ്ട് റീഓപ്പൺ ചെയ്യാൻ സിമ്പിൾ കാര്യമാണ്. അകത്ത് കിടക്കും. ഹെവി കുറ്റമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ നിനക്കറിയാവോ? വല്ല അറിഞ്ഞിട്ടാണ് കൂടെ നിന്ന് ഈ ഉടായ്പ തരം കാണിച്ചാൽ നിന്നെയും കൊണ്ടുപോകും അകത്ത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം പെരുമാറാൻ. ആളെയൊക്കെ കണ്ണ് അറിഞ്ഞൊക്കെ പെരുമാറുക. അല്ലെങ്കിൽ നീയും കിടക്കും അകത്ത് വെറുതെ ഒരു കാര്യം അറിയാതെ. പിന്നെ നിൻ്റെ ലൈവ് വരുന്ന നിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് കിടക്കുന്നത് അതും ആരാധനയുള്ള എനിക്കറിയാം. ആളെ മാറ്റി ചാനലിനെ മാറ്റി ഐഡിയ മാറ്റി പേര് മാറ്റി ഫോട്ടോ ഇട്ട് കൊണ്ടുവന്നാൽ അങ്ങനെ ആവുകൂടാ? എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കാൻ പറ്റുമെന്ന്. നിനക്ക് പറ്റിക്കാൻ പറ്റുന്ന ഇതേ കണക്ക് സീനിയർ സിറ്റിസൺ 2-3 പേരുണ്ട്. അവരെ പറ്റിച്ചുകൊണ്ട് നടക്കൂ. അത് നിനക്ക് നല്ലത്. നട്ടലുള്ള പെണ്ണുങ്ങളുടെ അടുത്തൊന്നും പോയി ഒന്നും പറഞ്ഞു കളയല്ലേ ഈ ഉടായ്പത്തരങ്ങൾ. അവർ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കും നിൻ്റെ. ഓക്കെ, അപ്പം ബൈ.